മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും കർത്താവിന്റെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 7-ാം തിരുവചനത്തിലൂടെ യേശുനാഥൻ യേശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനം എടുത്തു കാട്ടുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. ഇസ്രായേല് അധരം കൊണ്ട് ദൈവത്തെ ആരാധിച്ചു, എന്നാൽ ഹൃദയം ദൈവത്തിന്റെ അരികിലായിരുന്നില്ല. അവരുടെ ഹൃദയം എവിടെയായിരുന്നു? ഈജിപ്തിന്റെ അടിമത്തവും അവിടുന്ന് കിട്ടിയ ഇറച്ചിക്കഷ്ണങ്ങളിലും അവിടുത്തെ സുഖങ്ങളിലുമൊക്കെ മനസ്സ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം, അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിലല്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിലാണ് പ്രാധാന്യമിരിക്കുന്നത് എന്ന്. നമ്മളൊക്കെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാ. അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോഴും അധരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഹൃദയം എവിടെയാ? നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധരം കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കാറുള്ളവരാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥന, ബലിയർപ്പണങ്ങള്, വചനവായനകള്, മറ്റു പ്രാർത്ഥനകളൊക്കെ നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ചൊല്ലാറുണ്ട്. അധരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്ത എന്താണ്? നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ചിന്ത കിടക്കുന്നത് ജോലിയിലോ ബിസിനസിന്റെ കാര്യങ്ങളിലോ അടുക്കളയുടെ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ രോഗത്തിന്റെ കാര്യങ്ങളിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ആണെങ്കിൽ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെ നിൽക്കുക. ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി അധരം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല എന്ന് ഈശോനാഥൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ഹൃദയം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയം ദൈവത്തോട് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിനെ കുറിച്ച്, അതാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, എന്നിട്ട് നീ പ്രാർത്ഥിക്കുക. ഉറപ്പ്, നിന്റെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരും. നിന്റെ ഹൃദയം ദൈവത്തിങ്കലായിരിക്കട്ടെ. കരങ്ങളെ യാചനയോടെ വെടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെ, ഈ ആഴ്ചത്തെ അധ്വാനങ്ങള്, പ്രയത്നങ്ങള്, നമ്മൾ പോകുന്ന വഴികളെ എല്ലാം ഈശോ കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇവരുടെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഈ ആഴ്ചത്തെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ, സഹായം ഉണ്ടാകട്ടെ, സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇവരെ കൈവിടരുതേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.